ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തത് യുണൈറ്റഡ് സ്റ്റേറ്റ് ചാമ്പ്യൻ LA നൈറ്റിന്റെ ഓപ്പൺ ചാലഞ്ച് വെച്ചുകൊണ്ടാണ്. അതായത് LA നൈറ്റ് യുണൈറ്റഡ് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഓപ്പൺ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ലുഡ്വിഗ് കൈസർ ആണ് ആ ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്ത് വന്നതിന് ശേഷം ലുഡ്വിഗ് കൈസർ സെഗ്മെന്റ് എല്ലാം ചെയ്ത് മുന്നോട്ട് പോയി. അതായത് അവിടുത്തെ ഫാൻസുമായിട്ട് കണക്ട് ആവുന്ന രീതിയിൽ ഇവർ നിറയെ സംസാരിച്ചിട്ടുണ്ട്. മെയിനായിട്ടും ലുഡ്വിഗ് കൈസർ പറയുന്നത് LA നൈറ്റിന്റെ കയ്യിലുള്ള യുണൈറ്റഡ് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്ത് ആ ചാമ്പ്യൻഷിപ്പിന്റെ ലെവൽ തന്നെ താൻ മാറ്റി കൊടുക്കും, അല്ലെങ്കിൽ ഒരു വലിയ ചാമ്പ്യൻഷിപ്പാക്കി മാറ്റും, ഈ ഒരു ടൈപ്പിലൊക്കെയാണ്. അതുപോലെ തന്നെ LA നൈറ്റിനെ തന്നെ തോൽപ്പിക്കാൻ കഴിയില്ല എന്നൊക്കെ LA നൈറ്റ് പറയുന്നത് നിനക്ക് യുണൈറ്റഡ് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് ഒന്നും കിട്ടാൻ പോകുന്നില്ല, താൻ തന്നെ ഈ ഒരു ചാമ്പ്യൻഷിപ്പ് മാച്ചിൽ വിൻ ചെയ്ത് സ്റ്റിൽ ചാമ്പ്യൻ ആകും എന്നൊക്കെയാണ്. അപ്പോൾ ഈ സെഗ്മെന്റ് മൊത്തത്തിൽ നന്നായിട്ടുണ്ട്. ലുഡ്വിഗ് കൈസറിന് വേറെ ലെവൽ സപ്പോർട്ട് കിട്ടിയിരുന്നു. അതിനുശേഷം യുണൈറ്റഡ് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് മാച്ചാണ് ഫസ്റ്റ് സ്മാക്ക് ഡൗണിൽ നടന്നത്. ലുഡ്വിഗ് കൈസർ വേഴ്സസ് ചാമ്പ്യനായ LA നൈറ്റ്. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ നല്ല മാച്ചായിട്ടാണ് തോന്നിയത്. രണ്ടുപേരുടെയും പെർഫോമൻസ് നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ പെട്ടെന്ന് അവസാനിപ്പിക്കാതെ അത്യാവശ്യം ലെങ്തോട് കൂടിയിട്ട് മാച്ച് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. മാച്ചിന്റെ അവസാനത്തിൽ BFT ചെയ്യാൻ നോക്കിയെങ്കിലും സാധിച്ചില്ല. പിന്നെ മറ്റൊരു അവസരം കിട്ടുമ്പോൾ LA നൈറ്റ് BFT ഫിനിഷർ ലുഡ്വിഗ് കൈസറിന് കൊടുത്തുകൊണ്ട് ഈ മാച്ചിൽ LA നൈറ്റ് ആണ് സ്റ്റിൽ യുണൈറ്റഡ് സ്റ്റേറ്റ് ചാമ്പ്യനായത്. പിന്നീട് ഒരു ടാഗ് ടീം മാച്ച് ഹുംബർട്ടോ ആൻഡ് ഏഞ്ചൽ വേഴ്സസ് അപ്പോളോ ക്രൂസ് ആൻഡ് ബാരൺ കോർബൻ. അപ്പോൾ ഈ മാച്ചും അത്യാവശ്യം നന്നായി തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അങ്ങനെ ഈ മാച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈ മാച്ചിന്റെ അവസാനത്തിൽ എപ്പോഴത്തെയും പോലെ ഇവരുടെ ടീമിലുള്ള ഇലക്ട്ര ലൂപ്പസ് കയറി ഡിസ്റ്റർബ് ചെയ്യുന്നതായിട്ടും ഈ ഒരു അവസരം ഉപയോഗിച്ചുകൊണ്ട് ഹുംബർട്ടോ ആൻഡ് ഏഞ്ചൽ അപ്പോളോ ക്രൂസിന് ഫിനിഷർ കൊടുത്തുകൊണ്ട് ഹുംബർട്ടോ ആൻഡ് ഏഞ്ചൽ ഇവരാണ് ഈ മാച്ച് വിൻ ചെയ്തത്. പിന്നീട് സോളോ സിക്കാവ ബ്ലഡ് ലൈൻ ടീമിന്റെ ഒരു സെഗ്മെന്റ് ഒരു വീഡിയോ പാക്കേജ് കാണിച്ചു. അപ്പോൾ അതിൽ പറയുന്നത് സോളോ സിക്കാവ ട്രൈബൽ ചീഫായി വന്ന കാര്യത്തെ പറ്റിയൊക്കെയാണ്. അതായത് സോളോ സിക്കാവ മുന്നോട്ട് വന്ന ചില കാര്യങ്ങളെ പറ്റിയെല്ലാം. അതുപോലെ തന്നെ ബാഷൻ ബെർലിനിൽ കെവിൻ ഓവൻസ് ജയിച്ചാലും കോഡി റോഡ്സ് ജയിച്ചാലും അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യൻഷിപ്പ് മാച്ചിന് വേണ്ടിയിട്ട് സോളോ സിക്കാവ വരാൻ പോകുന്ന കാര്യത്തെ പറ്റിയൊക്കെയാണ് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. പിന്നീട് സ്മാക്ക് ഡൗൺ GM നിക്ക് ആർഡൻസിന്റെ സെഗ്മെന്റ്. അപ്പോൾ നിക്ക് ആർഡൻസ് ബാഷൻ ബെർലിൻ സ്പെഷ്യൽസിനെ പറ്റിയെല്ലാം സംസാരിച്ചുകൊണ്ട് കെവിൻ ഓവൻസ് ആൻഡ് അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യൻ കോഡി റോഡ്സ് ഇവരെ റിങ്ങിലേക്ക് വിളിച്ച് ഇവരുടെ സെഗ്മെന്റ് ആണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഈ സെഗ്മെന്റിൽ മെയിനായിട്ടും ഉദ്ദേശിച്ചത് കഴിഞ്ഞ സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ കെവിൻ ഓവൻസ് ബെൽറ്റ് കൊണ്ടുവന്ന് കോഡി റോഡ്സിനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് പോലെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്ത് പിന്നീട് കോഡി റോഡ്സിന് ചാമ്പ്യൻഷിപ്പ് തിരികെ കൊടുത്തുകൊണ്ട് പോയിരുന്നു. അപ്പോൾ അതെല്ലാം ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാഷൻ ബെർലിനിൽ നമ്മുടെ ചാമ്പ്യൻഷിപ്പ് മാച്ച് കഴിഞ്ഞാലും നമ്മൾ ഫ്രണ്ട്സ് ആയിരിക്കണം എന്നൊക്കെ കോഡി റോഡ്സ് പറയുമ്പോൾ കെവിൻ ഓവൻസ് അത് ഒട്ടും ഇഷ്ടപ്പെടാത്തത് പോലെയും മൈക്ക് താഴെ ഇട്ടുകൊണ്ട് കോഡി റോഡ്സിന്റെ ചെവിയിൽ എന്തോ പറഞ്ഞുകൊണ്ട് റിങ് വിട്ട് ഇറങ്ങിപ്പോകും. പിന്നീട് കോഡി റോഡ്സ് ടെൻഷനായി നിൽക്കുന്നത് പോലെയെല്ലാം കാണിച്ചിരുന്നു. അത് എന്താണ് എന്നുള്ളത് ഇന്ന് ബാഷൻ ബെർലിൻ കാണുമ്പോൾ അറിയാൻ സാധിക്കും. പിന്നീട് ആസ്റ്റൻ തിയറി, ഗ്രേസൺ വാലർ, ബാരൺ കോർബൻ, അപ്പോളോ ക്രൂസ് ഇവർക്കൊരു മാച്ച് വരുന്നത് പോലെ ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെന്റും അതുപോലെ തന്നെ ഗ്രേസൺ വാലർ ആൻഡ് ആസ്റ്റൻ തിയറി ഇവർക്ക് തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർത്ത് ഇവർ വീണ്ടും ടീമാകുന്നത് പോലെയും കാണിച്ചിരുന്നു. പിന്നീട് സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ നടന്ന മാച്ച് ആൻഡ്രോയിഡ് വേഴ്സസ് കാർമെലോ ഹെയ്സ് ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ചാണ്. അപ്പോൾ ഈ മാച്ച് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഇവർക്ക് മാച്ച് വന്നാൽ വേറെ ലെവലാണ് എന്ന്. അതുപോലെ തന്നെയാണ് ഈ മാച്ചും തോന്നിയത്. രണ്ടുപേരുടെയും പെർഫോമൻസ് വളരെയധികം നന്നായിട്ടുണ്ട്. അപ്പോൾ ഈ മാച്ചിൽ എന്താണ് സംഭവിച്ചത്, ആരാണ് വിൻ ചെയ്തത് എന്ന് ചോദിച്ചാൽ മാച്ചിന്റെ അവസാനത്തിൽ ആൻഡ്രോയിഡ് റോപ്പിൽ കയറി ഫൈറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ആൻഡ്രോയിഡിനെ റോപ്പിന്റെ മുകളിലേക്ക് തട്ടിയിട്ട് പിന്നീട് കാർമെലോ ഹെയ്സ് ആൻഡ്രോയിഡേക്ക് ഫിനിഷർ കൊടുത്തുകൊണ്ട് ഈ മാച്ചിൽ ആൻഡ്രോയിഡിനെ തോൽപ്പിച്ച് കാർമെലോ ഹെയ്സ് ആണ് ക്ലീൻ ആയിട്ട് വിൻ ചെയ്തത്. അപ്പോൾ ഇവർക്ക് നടന്ന ടോട്ടൽ മാച്ചിൽ 2 മാച്ചിൽ ആൻഡ്രോയിഡ് വിൻ ചെയ്തിട്ടുണ്ട്, 2 മാച്ചിൽ കാർമെലോ ഹെയ്സും വിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ മാച്ച് ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അതിനുശേഷം സ്മാക്ക് ഡൗൺ മെയിൻ ഇവന്റായി നടന്നത് വുമൺസ് ചാമ്പ്യൻഷിപ്പ് മാച്ചാണ്. വുമൺസ് ചാമ്പ്യനായ നയ ജാക്സ് വേഴ്സസ് മിയ എം ഇവർക്കാണ് വുമൺസ് ചാമ്പ്യൻഷിപ്പ് മാച്ച് നടന്നത്. അതും സാധാരണ മാച്ചല്ല, ഒരു സ്ട്രീറ്റ് ഫൈറ്റ് മാച്ചാണ് നടന്നത്. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ നിറയെ വെപ്പൺസുമായിട്ടാണ് മിയ എം മാച്ചിന് വന്നത്. അതായത് കെൻഡോ സ്റ്റിക്ക്, ട്രഷ് ക്യാൻ ഉൾപ്പെടെ. പിന്നീട് മാച്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ കെൻഡോ സ്റ്റിക്ക് വെച്ച് നയ ജാക്സിനെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നയ ജാക്സും തിരിച്ചറ്റാക്ക് ചെയ്തിട്ടുണ്ട്. ടേബിൾ എടുത്തുകൊണ്ട് വന്ന് ഇവർ ഫൈറ്റെല്ലാം ചെയ്ത് മുന്നോട്ട് പോയിട്ടുണ്ട്. അതായത് മൊത്തത്തിൽ അടിപൊളിയായിട്ടാണ് ഈ മാച്ച് മുന്നോട്ട് കൊണ്ടുപോയത്. മാച്ചിന്റെ അവസാനത്തിൽ ടേബിളിന്റെ മുകളിലേക്ക് നയ ജാക്സ് മിയ എമ്മിനെ എടുത്തടിക്കാൻ നോക്കുമ്പോൾ മിയ എം നയ ജാക്സിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് അങ്ങനെ തന്നെ റോപ്പിന്റെ മുകളിൽ നിന്നും എടുത്ത് ടേബിളിന്റെ മുകളിലേക്ക് ഒരു പവർ ബം കൊടുത്തുകൊണ്ട് മാച്ച് വിൻ ചെയ്യാൻ പോകുന്ന സമയത്ത് വുമൺസ് മണി ഇൻ ദി ബാങ്ക് വിന്നറായ ടിഫനി സ്ട്രാറ്റൻ അവിടെ വന്നുകൊണ്ട്
മിയ എമ്മിനെ മണി ഇൻ ദി ബാങ്ക് വെച്ച് അറ്റാക്ക് ചെയ്ത് ക്യാഷിങ് ചെയ്യാൻ നോക്കും. എന്നാൽ നയ ജാക്സ് നോക്കുന്ന സമയത്ത് ക്യാഷിങ് എല്ലാം ഒഴിവാക്കിക്കൊണ്ട് നയ ജാക്സിനെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് മിയ എമ്മിൻ്റെ മേലെ കൊണ്ട് പിൻ ചെയ്യിപ്പിക്കും. എന്നാൽ മിയ എം അത് കിക്കൗട്ട് ചെയ്തപ്പോൾ ടിഫനി സ്റ്റാറ്റിന് ദേഷ്യം വന്ന് മൂൺസോൾട്ട് ഫിനിഷർ കൊടുക്കാൻ വേണ്ടി നോക്കും. എന്നാൽ ഫിനിഷർ ചെയ്യാൻ പോകുന്ന സമയത്ത് മുൻ വുമൺസ് ചാമ്പ്യനായിരുന്ന ബെയ്ലി അവിടെ വന്നുകൊണ്ട് ടിഫനി അറ്റാക്ക് ചെയ്ത് മിയ എമ്മിനെ സേവ് ചെയ്തുകൊണ്ട് ഇവർ ഫൈറ്റ് ചെയ്ത് ഓഡിയൻസിന്റെ സൈഡിൽ കൂടെ പുറത്തേക്ക് പോകും. അവസാനം നയ ജാക്സ് ഒരു സമോൺ ട്രാപ്പ് ടേബിളിന്റെ മുകളിലേക്ക് ചെയ്ത് ആ ടേബിൾ അടക്കം പൊട്ടിച്ചുകൊണ്ട് മിയ എമ്മിന്റെ മുഖത്ത് ട്രഷ് ക്യാൻ വെച്ച് നയ ജാക്സിന്റെ ഫിനിഷർ ചെയ്ത് ഈ മാച്ചിൽ നയ ജാക്സ് ആണ് വിൻ ചെയ്തത്. ജയിച്ചതിന് ശേഷവും അവർ മിയ എമ്മിനെ ഭയങ്കരമായി അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കെൻഡോ സ്റ്റിക്ക് വെച്ച്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ സ്മാക്ക് ഡൗണിൽ നടന്നിട്ടുള്ളത്. ഇന്നത്തെ സ്മാക്ക് ഡൗണിൽ ഒരുപാട് സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ സ്മാക്ക് ഡൗൺ മണിക്കൂറുകളുടെ വ്യത്യാസത്തിലാണ് ഷോ റെക്കോർഡ് ചെയ്ത് ടെലികാസ്റ്റ് ചെയ്തിട്ടുള്ളത് ലൈവായിട്ട്. അപ്പോൾ ഉറങ്ങാതിരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഇതിൻ്റെ ഹൈലൈറ്റ്സ് എല്ലാം മുൻപ് കണ്ടു കാണും. സ്മാക്ക് ഡൗണിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക.